അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗോടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ
തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ. നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ. ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ തിരുസന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച പെണ്ണുങ്ങൾ കെട്ടണമെങ്കിൽ തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാൽ അവിടെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുവരും. അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവൾ പോകത്തില്ല. എന്താ കാര്യം? ഇവളെ ഇതിവിടെ താമസിച്ച് അവളുടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കോഞ്ഞാട്ടേ, അത് പോയി. എത്ര മനുഷ്യരെ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ഭീരുത്വം അതിൻ്റെ പിന്നിലെല്ലാം വരണത് എല്ലാ വിഷയങ്ങളെല്ലാം. ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസായി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണേ. ഇപ്പോൾ കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ, അത് നെഞ്ചത്തിടിച്ചും തന്നെ അയ്യോ ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് യൂദയം മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ, ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയണത് എന്താണ്? ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന്, ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ഷിഫ്റ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം, പക്ഷെ വളരത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ. എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. ഉണ്ടാകട്ടെ. എൻ്റെ പേര് മരിയ ലിഞ്ചു. ഞാൻ കൊച്ചി രൂപത കുമ്പളങ്ങി സാന്റ് ജോസ് ഇടവകാംഗമാണ്. ഞാൻ 11/4/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനൊരു നഴ്സാണ്. എല്ലാവരെയും പോലെ അബ്രോഡ് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ വെച്ച് വന്നു. ഞാൻ ജർമ്മനിയിലേക്കാണ് പോകാനായി ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്തു. എൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. B2 എക്സാം എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് റീഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കി 3 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് എനിക്ക് 6 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി നന്നായിട്ട് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിരാശ എന്നിലേക്ക് കടന്നു വന്നു.
എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലല്ലേ, എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ അവിടെ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു. എക്സാമിന് ഞാൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് പോയത്. ഇത്തവണയും പാസ്സായില്ലെങ്കിൽ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഞാൻ എക്സാം എഴുതാൻ ഒരു സ്ഥലത്തും പോകാനിടവരല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ച് ഉപ്പിട്ടത്. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാമിന് വേണ്ടി ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് നമ്പർ 6 ആയിരുന്നു. ഞാൻ എക്സാം എഴുതി. വളരെ നല്ല എക്സാം ആയിരുന്നു. ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഞാനിവിടെ ഉടമ്പടി ആരാധനയിൽ വന്നപ്പോൾ അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു 6 എന്ന് പറയുന്നത് മാതാവിൻ്റെ നമ്പറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ വെച്ച് തന്നെ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മ ഇപ്രാവശ്യം ഞാൻ എക്സാം പാസ്സാവും. അങ്ങനെ അതുപോലെ തന്നെ ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ എൻ്റെ റീഡിങ് എക്സാം ഞാൻ പാസ്സായി. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് അമ്മയ്ക്ക് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈ എക്സാം പാസ്സാവാതിരുന്ന സമയത്ത് എനിക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല. ഞാൻ പല ഏജൻസികളിലും ഞാൻ ചോദിച്ചപ്പോൾ അവർ ഫുൾ മൊഡ്യൂളിലാണ്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആകെ 3 മൊഡ്യൂൾ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെച്ച് ഒരു ഏജൻസിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ആ സമയത്ത് എക്സാം പാസ്സാവുന്നതിന് മുമ്പ് തന്നെ അവരെനിക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു. ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സെപ്റ്റംബർ 8 ആവാൻ നിന്നില്ല. അതിക്ക് മുമ്പ് തന്നെ മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു. അതിനും അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ എക്സാം ഞാൻ പാസ്സായി, കോൺട്രാക്റ്റൊക്കെ കിട്ടി. പിന്നെ ഇനിയിപ്പോൾ എല്ലാം ശരിയായല്ലോ. പതിയെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പി. ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലുള്ളായിരുന്നു. കാരുണ്യപ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. വീണ്ടും 1 വർഷം എൻ്റെ പ്രോസസ്സിങ് താമസിച്ചു. പല കാര്യങ്ങളാണ് പ്രോസസ്സിങ്ങിന് താമസം വന്നത്. എനിക്ക് പല ഡോക്യുമെൻറ്റ്സും കിട്ടിയില്ല. അതിലൊരു വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ എൻ്റെ CEO, എന്നെ ഇൻ്റർവ്യൂ എടുത്ത CEO മരിച്ചുപോയി. പിന്നെ വന്ന CEOയ്ക്ക് എന്നെ അറിയില്ല. അയാൾക്ക് എന്നെ ഇൻ്റർവ്യൂ എടുത്ത ഒരു പരിചയമില്ല. അയാൾക്ക് ഞാൻ ഒരു സ്ട്രേഞ്ചറായിരുന്നു. അതുകൊണ്ട് പല ഡോക്യുമെൻറ്റ്സും അയാൾ എനിക്ക് തന്നില്ല. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് റിജക്ഷനായി വിസ. പിന്നെ വീണ്ടും ഞാൻ തകർന്നു. പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഞാൻ മാറി. എനിക്ക് ഇനി വയ്യ, പ്രാർത്ഥിക്കാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 1 വർഷം എടുത്തു പ്രോസസ്സിങ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ പാസ്സായതാണ്. പിന്നെ എനിക്ക് പ്രാർത്ഥനയിലൊന്നും മുന്നേറാൻ പറ്റുന്നില്ല. ഒരു പോയിൻ്റ് എത്തിയപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് അതിന് വേണ്ടിയല്ലല്ലോ. അച്ഛൻ പറയുന്ന പോലെ ജർമ്മൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായിട്ട് മാറി. ഞാൻ എൻ്റെ ഈശോയിൽ നിന്നൊക്കെ ഞാൻ അകന്നു. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ധ്യാനത്തിലൊന്ന് പോകണം, എനിക്ക് നല്ലതൊരു കുമ്പസാരം വേണം എന്ന് ഞാൻ അമ്മച്ചിനോട് അങ്ങോട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തു. ആ സമയത്ത് ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു ദർശനം ഉണ്ടായി. ഒരു മാലാഖ കാണുന്നു. 44 ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടു. അച്ഛൻ പറഞ്ഞു, ഒത്തിരി നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നടക്കാത്തൊരു കാര്യം ഈ 44 ദിവസത്തിനുള്ളിൽ അതിലൊരു തീരുമാനം ഉണ്ടാകും, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനതിലുറച്ച് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അച്ഛനത് പറഞ്ഞന്ന് തന്നെ ഞാൻ ഒരു ബുക്കിൽ ഞാൻ ഡേറ്റുകൾ എഴുതിയിട്ടു. അച്ഛൻ അത് എനിക്ക് ജർമ്മനിയിൽ നിന്ന് വിസക്ക് വെക്കാൻ ഒരു ഡോക്യുമെൻ്റ് ഈ പറഞ്ഞ എംപ്ലോയർ തരുന്നുണ്ടായിരുന്നില്ല. ഞാനതിനുണ്ട് ഒത്തിരി വെയിറ്റ് ചെയ്തതാണ്. അച്ഛൻ ഇങ്ങനെ ഡേറ്റ് പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ആ ഡോക്യുമെൻ്റ് കിട്ടി. പിന്നീടുള്ള തടസ്സം പിന്നെ VFSൽ ഡേറ്റ് കിട്ടാനാണ്. ആ സമയത്താണ് ഞാൻ ധ്യാനത്തിന് പോയി. ഒരു നല്ല കുമ്പസാരം അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ഒരു വലിയൊരു അനുതാപം നമ്മളെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കും. ഞാൻ ധ്യാനത്തിന് പോയി നന്നായിട്ട് ഞാൻ കുമ്പസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുമ്പസാരമായിരുന്നു അത്. എനിക്ക് ഒത്തിരി ആൾക്കാരോട് ക്ഷമിക്കാനും എനിക്ക് തന്നെ മാറാനുണ്ടായിരുന്നു. ഞാൻ ആ ധ്യാനം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 8 എനിക്ക് VFSൽ വെക്കാൻ വേണ്ടി ഒരു ഡേറ്റ് മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 6-ാം തീയതി ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി എൻ്റെ ഫോൺ എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് മാതാവ് സെപ്റ്റംബർ 8 വിസക്ക് വെക്കാനായിട്ട് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ചോദിക്കാൻ നിന്ന പോലെ ആയിരുന്നു മാതാവ് എനിക്ക് എല്ലാം ഒരുക്കി തന്നത്. സെപ്റ്റംബർ 8 ഞാൻ
ബാംഗ്ലൂർ VFS പോയി. അതിനു മുമ്പേ ഞായറാഴ്ച, ഒരു തിങ്കളാഴ്ചയായിരുന്നു, അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ഞാൻ ഇവിടെ വന്ന് ഈ ആൾക്കാരുടെ മുമ്പിലിരുന്ന് എൻ്റെ എല്ലാ ഡോക്യുമെൻസും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ആദ്യം സബ്മിറ്റ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലവും ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ VFS കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഡേറ്റ് വരും, 15 എന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് ആരോട് പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നതാണെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മാതാവ് എനിക്ക് പ്രാവശ്യം തരും. കാരണം ഇപ്രാവശ്യത്തെ എൻ്റെ ഉടമ്പടി നല്ല ഉടമ്പടിയായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ 14 എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 2:30 കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കിട്ടി. ആ സമയം മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതൊക്കെ എനിക്ക് മാതാവ് തന്ന സൂചനയാണ്. ഞാൻ അപ്പോഴൊന്നും തുറന്നില്ല. ഞാനിവിടെ വന്ന് തന്നെ ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചും കൂടി വന്നു. ഈ മാതാവിന് മുമ്പിലിരുന്ന് ഞാൻ എൻ്റെ ആ കൊറിയർ പൊട്ടിച്ചു. അതിലെനിക്ക് വിസ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സെപ്റ്റംബർ 15 മുതലാണ് എൻ്റെ വിസ മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം അതിന് മാതാവിന് ഒരുപാട് നന്ദി. അതിനുശേഷം ട്രാവലിംഗ് ഡേറ്റിന് ടിക്കറ്റ് അതും എംപ്ലോയർ തരുന്നുണ്ടായിരുന്നില്ല. അതിനും പല തടസ്സങ്ങളായിരുന്നു. അതിനും ഞാൻ ഡേറ്റ് ഇട്ടിരുന്നു. ഇന്ന് 5-ാം തീയതിക്ക് മുമ്പേ മാതാവേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം, എനിക്കതിന് മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ ശനിയും ഞായറും ജർമ്മനിയിൽ അവധിയാണ്. അതുപോലെ ഏജൻസിക്കാരും അവർക്കും ഹോളിഡേ ആണ്. അവരൊന്നും നമ്മളെ കാര്യമൊന്നും ചെയ്യില്ല. മൺഡേ പറയാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കറിയില്ല. ഞാനത് ചോദിക്കാൻ വേണ്ടി നിന്ന പോലെ ഇന്നലെ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു. ഈ വരുന്ന വ്യാഴാഴ്ച 9-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതെല്ലാം സാധിച്ചു കിട്ടുമെന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുമാത്രമല്ല, എനിക്ക് ഒരു 2 വർഷം ഞാൻ ജോലി ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഷോൾഡറിന് താഴെ ഒരു വലിയ പെയിനായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കസേരയിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ഞാൻ ICUലാണ് വർക്ക് ചെയ്തത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതൊരു മുഴ പോലെയായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്, അത് മാറില്ല, നിൻ്റെ ജീവിതകാലം മുഴുവൻ അതൊരു പെയിനായിരിക്കും, നീ ഫിസിയോ ചെയ്യണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരു ഈ വേദന സഹിച്ച് ഞാൻ നടക്കണ്ടേ. പക്ഷേ ഡോക്ടർ പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ, എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഞാൻ കുരിശ് വരച്ച് അവിടെ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു ഫിസിയോയും ചെയ്തില്ല, ഒരു മരുന്നും കഴിച്ചില്ല. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനൊരു വേദന വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് പോവും. ഞാൻ പറവൂരാണ് പഠിച്ചതും ജോലി ചെയ്തതൊക്കെ. അപ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിംസാണ് കൂടുതലുള്ളത്. ഞാൻ ക്രിസ്ത്യൻസിന് അങ്ങനെ പത്രം കൊടുക്കാറില്ല, ഞാൻ ഹിന്ദുക്കൾക്കാണ് കൊടുക്കാറ്. ഞാൻ എല്ലാ മാസവും ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല, പല സ്ഥലത്ത് മാറി കൊടുക്കും. ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യം വരാഞ്ഞ്. കാരണം അവർക്ക് ആരും പത്രം കൊടുക്കാറില്ല, ഞാൻ മാത്രമാണ് അവിടെ കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ ഞാൻ BFS പോയപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ പോയത്. ഞാൻ കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി. എനിക്ക് കന്നഡ അറിയില്ല, എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. പലരും എന്നോട് ഇങ്ങോട്ട് വന്ന് പത്രം മേടിച്ചിട്ട് പോയി, കന്നഡക്കാർ. അവരുടെ കഴുത്തിൽ ഞാൻ കണ്ടു കൃപാസനത്തിലെ മാതാവിൻ്റെ കാശുരൂപം. എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും മാതാവിനെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ എന്നോർത്തത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. അവർക്കൊന്നും വേണ്ട, ആക്ച്വലി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നാൽ മതിയാവും. ഞാൻ അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും, അവരുടെ കൂടെ വർത്താനം പറയും, പാട്ടൊക്കെ പാടി. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന പാവപ്പെട്ടവരായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2017 2018 ഞാനിവിടെ വന്ന് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് അത് വേണ്ടാതെ വെച്ചു. അതിനുശേഷം എൻ്റെ മോൾക്ക് B2 പരീക്ഷ പാസ്സാകാതെ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് 9/3/2024 ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മോളുടെ ജർമ്മൻ പരീക്ഷ തന്നെയായിരുന്നു. ഞാൻ രണ്ടാമത് പുതുക്കിയതിന് ശേഷം പുതുക്കിയ ദിവസം ആ മാസം തന്നെയാണ് മോള് B2 പരീക്ഷ പാസ്സായതും. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവൾ പറഞ്ഞതുപോലെ. കാരണം അവൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരില്ല,
വീട്ടിൽ വന്നാലും എല്ലാവരും ചോദിക്കാൻ പോകുന്നില്ലേ അങ്ങനെ ഒത്തിരി സങ്കടവും ആരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫാമിലി മുഴുവനും എനിക്ക് വേണ്ടി ഒത്തിരി എൻ്റെ ഫാമിലീസും ഒത്തിരി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഞങ്ങൾക്ക് വലിയ കൃപ തന്ന് എൻ്റെ മോൾ എക്സാം പാസ്സാകാനായിട്ടുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾക്കൊരു വഴി പ്രശ്നം. ഞങ്ങൾക്ക് മാത്രം വഴി ഉണ്ടായിരുന്നില്ല, കാരണം അത്ര ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ആരും കടന്നു വരില്ല, അത്രയും മോശമായൊരു വഴിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മാതാവിൻ്റെ കിണറ്റിൽ നിന്ന് ഇത്തിരി മണ്ണെടുത്തുകൊണ്ട് പോയി ഞാൻ ആ വഴിയിൽ നീളെ ഇട്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴിക്കുള്ള ഒരു ഫണ്ട് റെഡിയാകുന്നുണ്ടെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് അത് നടന്നില്ല, അത് പിന്നെയും അത് ഡ്രോപ്പായി പോയി. അതിനുശേഷം ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്ക് എവിടം തൊട്ട് എവിടം വരെയാണോ വഴി ആവശ്യമുള്ളത് ആ ഭാഗത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വെതറി പ്രാർത്ഥിച്ച് ഞാൻ വെതറി ഇങ്ങോട്ട് MLAയുടെ പ്രത്യേക ഫണ്ട് 5 ലക്ഷം രൂപയുടെ പ്രത്യേക ഫണ്ട് ഞങ്ങൾക്ക് പാസ്സായി. 25 വർഷമായിട്ട് നടക്കാതിരുന്ന വഴി 1.5 മാസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ 3-ാം വാർഡിൽ കുമ്പളങ്ങിൽ 3-ാം വാർഡിലെ ഏറ്റവും നല്ല വഴിയായിട്ട് അമ്മ മാതാവ് എനിക്കത് റെഡിയാക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ എനിക്കും ഭയങ്കര ദേഷ്യം വരും, എൻ്റെ മോനും ഒക്കെ ദേഷ്യം വരും. അപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പ് രാവിലെ കഴിക്കുന്ന ചായയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടാണ് ഞാൻ എല്ലാവർക്കും ചായ കൊടുത്തിരിക്കണത്. വിശ്വാസ പ്രമാണം ചൊല്ലി വല്ലപ്പോഴും ഉപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് മാതാവിൻ്റെ തൈലം അതിൽ ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുന്നത്. എനിക്ക് തന്നെ ഒത്തിരി മാറ്റം വന്നു, കാരണം എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനായിട്ടൊക്കെ സാധിച്ചു. അതുപോലെ മോള് പറഞ്ഞ പോലെ ധ്യാനം കൂടിയപ്പോൾ എനിക്കും കുമ്പസാരിക്കാൻ, അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടും. എനിക്കൊരു ദിവസം പരിശുദ്ധ കുർബാന കൂടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഉടമ്പടിയിലായപ്പോൾ തൊട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട്, അതായത് വിശ്വാസത്തോടെ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നോക്കാതെ തന്നെ എനിക്ക് പരിശുദ്ധ കുർബാന കാണുവാനും സ്വീകരിക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി സാധിച്ചു. അതുപോലെ പ്രാർത്ഥന, ജപമാല ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. സന്ധ്യപ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇതെല്ലാം ഞാൻ മുടക്കം കൂടാതെ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ അതെല്ലാ ദിവസവും കൂടുകയും ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടുകയും മറ്റുള്ളവർക്ക് എനിക്ക് പറ്റുന്ന ആർക്കാണോ നമുക്ക് ഇത് ആവശ്യമെന്ന് അവർക്കെല്ലാവർക്കും ഞാൻ ഇട്ടത് കൊടുക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം അത് അന്ന് തന്നെ ജോലിക്ക് പോണത് കൊണ്ടിട്ട് എനിക്ക് അന്ന് തന്നെ കൂടി തീർക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണെങ്കിലും എൻ്റെ ജോലി അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോൺ വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ധ്യാനം കൂടി തീർക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മമ്മ. അതുപോലെ ചെറിയൊരു അസുഖം ഇപ്പം വന്നാലും ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഉടമ്പടി തൈലമെടുത്ത് പുരട്ടി അത് എല്ലാവർക്കും, എൻ്റെ മകനും ജീവിത പങ്കാളിക്കും അതുപോലെ എൻ്റെ കൂടപ്പിറപ്പങ്ങൾക്കൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ മാതാവിൻ്റെ ഉപ്പെടുത്ത് കഴിക്കണം. അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത്. അതുപോലെ 1-2 പേരെ ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരനെയും സഹോദരിയൊക്കെ ഉടമ്പടി എടുപ്പിച്ചു. അതിലൂടെ അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണപ്പൊതി ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഒതുങ്ങണ പോലെ എനിക്ക് അധികമൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം പിള്ളേർ പഠിക്കുന്നത് കൊണ്ടൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പിന്നൊക്കെ അവസ്ഥയായതുകൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായം കൂടപ്പിറപ്പങ്ങൾക്കും സഹോദരങ്ങൾക്കും തൊട്ടടുത്തുള്ളവർക്കും നമുക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മരണം വരെ ഇതുപോലെ അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എനിക്ക്, അതുപോലെ എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറയും ഇതുപോലെ വിശ്വാസത്തോടുകൂടി ജീവിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇതാ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അത് പിതാവാൻ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു വഴി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസസ് 3:17. ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഷാനി. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എൽദോസ്. ഇത് മോന് എയ്ഡൻ, മോള് സേറ.
ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് അത് 2022 ഓഗസ്റ്റിലാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. പക്ഷേ അന്നേരം ഉടമ്പടി എടുക്കാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. വീണ്ടും ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടി വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ 12 വർഷമായിട്ട് ജോലിക്ക് പോകണ്ടായില്ല. കല്യാണം കഴിഞ്ഞ ശേഷം പിള്ളേരെ നോക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആളില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകണ്ടായില്ല. അങ്ങനെ മോനിച്ചിരി പ്രായമായപ്പം 3-4 വയസ്സായപ്പോഴേക്കും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 12 വർഷമായിട്ടില്ലാതിരുന്ന ജോലി ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ നൽകി ഈ ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് 14 വർഷമായിട്ട് ഇറഗുലർ പീരീഡ്സ് ഉണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ എന്നിവ ഉപയോഗിച്ചത് വഴി നോർമലായി തന്ന് ഈശോയും മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് 4 വർഷമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും ഉടമ്പടി എടുത്ത് 9 മാസത്തിനുള്ളിൽ ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു 1 വർഷമായിട്ട്. അത് ഉടമ്പടി എടുത്ത് 4 മാസത്തിനുള്ളിൽ നോർമലാക്കി തിന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചിരുന്നു. വീണ്ടും എൻ്റെ മോൾക്ക് സൺഡേ സ്കൂളിൽ എക്സാമിന് ഡിസ്ട്രിക്ട് ലെവലിൽ 3rd റാങ്ക് നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചു. വീണ്ടും മോൾക്ക് സൺഡേ സ്കൂളിൽ സിംഗിൾ സോങ് മത്സരത്തിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് ഈശോയും മാതാവും അനുഗ്രഹിച്ചു. വീണ്ടും എനിക്ക് ഹെമറോയിഡ്സ് ഉണ്ടായിരുന്നു. അത് 3 മന്ത് മെഡിസിൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനുശേഷം സർജറിയാണ് പറഞ്ഞിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവ ഡെയിലി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സർജറി കൂടാതെ തന്നെ പുനഃസൗഖ്യം തന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും നും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. വീണ്ടും എൻ്റെ ഹസ്ബൻഡിന് കോൺട്രാക്റ്റ് വർക്കാണ്. ഹസ്ബൻഡിൻ്റെ ഒരു പേയ്മെൻറ്റ് ഡിലേ ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഇവിടെ ജൂൺ 30 എന്നൊരു ഡേറ്റിൽ ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി. അതിനുശേഷം ജൂലൈ 6 എന്ന ഡേറ്റാണ് വെച്ചിരുന്നത്. ഒരാഴ്ച ഗ്യാപ്പിൽ ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പോയി. ടൗണിൽ ഇറങ്ങി 5 കെട്ട് പത്രം ഉണ്ടായിരുന്നു കയ്യിൽ. അത് 5 കെട്ട് പത്രവും കൊടുത്തിട്ട് വണ്ടി കയറുന്ന ആ സമയത്ത് ആകാശത്ത് വലിയൊരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. ആ മഴവിൽ കുറേ ദൂരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ മഴവിൽ അപ്രത്യക്ഷമായ ആ സമയത്ത് തന്നെ ഹസ്ബൻഡിന് മെസ്സേജ് വന്നു, പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഈ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന് ആദ്യം അത്ര വിശ്വാസം മാതാവിൽ രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് 5:30 ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴെല്ലാം ഹസ്ബൻഡിൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. വീണ്ടും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അങ്ങനെ അവർക്കെല്ലാം കൊടുത്ത് ഒത്തിരി രോഗസൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശോ. കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് കാരുണ്യപ്രവൃത്തികൾ ഓൾഡ് ഏജ് ഹോമിൽ, ഓർഫനേജ്, അതുപോലെ കടത്തിണ്ണയിൽ ഭിക്ഷക്കാർക്ക്, വഴിയരികിലുള്ള ഭിക്ഷക്കാർക്ക് അങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊടുത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല എന്ന ഒരു ഗ്രൂപ്പിലുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഫുഡും ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രവിതരണമാണ്. പത്രവിതരണം ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, വഴിയിൽ, ബസ്സിൽ, വീട് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രപ്രവർത്തനം നടത്താറുണ്ട്. മാതാവിനെക്കുറിച്ച് അറിയാത്തവർക്ക് കൂടുതൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവരിവിടെ വന്ന് പള്ളി വരികയും ഉടമ്പടി എടുക്കുകയും 3-4 പേര് ചെയ്തിട്ടുണ്ട്.
പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ, അങ്ങനെ ഒരിക്കൽ രാവിലെ 5:30 എഴുന്നേൽക്കുമ്പോൾ ആ ഒരു വചനം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പിന്നെ വൈറ്റ് പേപ്പറിൽ, നിയോഗ പേപ്പറിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഇതായിട്ട് എനിക്ക് ഫീലായിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വീട് മുഴുവൻ സുഗന്ധാഭിഷേകം രാവിലെയും വൈകിട്ടും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് രാവിലെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഈ ഇരിക്കുന്ന വലിയൊരു സ്റ്റാച്ചു, വളരെ വലിപ്പമുള്ള ഒരു സ്റ്റാച്ചു ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണീശോ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാറുണ്ട്. യേശുവിൻ്റെ ക്രൂശിത രൂപം കണ്ടുകൊണ്ട് എഴുന്നേൽക്കാറുണ്ട്. സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിലൂടെ ഒത്തിരി ദർശനങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. മാതാവിൻ്റെ കണ്ണ് എടുത്ത് അങ്ങനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. പിന്നെ ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യം എവിടെ ഏത് വഴി പോയാലും അവിടെയെല്ലാം ആ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ നിനക്ക് എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പായി അയക്കുമെന്ന് പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും ആ ഒരു ഒരാളെപ്പോഴും ഹെൽപ്പിന് എവിടെ ചെന്നാലും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീലാകാറുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക്. എൻ്റെ പേര് വാസന്തി. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും രാമൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 4-ാം തീയതിയാണ്. ഞാൻ അത്യാവശ്യമായും ഏറ്റവും കൂടുതലായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ മോൻ്റെ കാര്യമാണ്. അവൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ അവന് ജോലി അത്ര നന്നായിട്ട് ശരിയായില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ആശ്രയിച്ച് എൻ്റെ മകനൊരു ജോലി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ നിയോഗത്തിൽ വെച്ചു. എൻ്റെ അമ്മ അത് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴേക്കും അത് സാധിച്ചു തന്നു. പിന്നെ അവർക്കൊരു വീടില്ലായിരുന്നു, അവർ വാടകയ്ക്ക് അവിടെ താമസിക്കുന്നു. അപ്പോൾ ഒത്തിരി ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. അത് സാധിക്കാൻ പറ്റാതെ അവനെപ്പോഴും എന്നോട് ബുദ്ധിമുട്ട് വിളിച്ച് പറയും, അമ്മേ വീടൊന്നും ശരിയാകുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, ഇനി ഞാൻ വീട് നോക്കുന്നില്ല, ഞാൻ നോക്കി മടുത്തു, സാമ്പത്തികമായിട്ടൊന്നും ചേരുന്നില്ല. അപ്പം ഞാൻ ഇല്ല മോനെ, അമ്മ തരും, നമുക്ക് അമ്മ തരാതിരിക്കില്ല, അമ്മ നിന്നെ ഉപേക്ഷിക്കലടാ, ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിയോഗത്തിൽ വെച്ചു. 3 ഉടമ്പടി പുതുക്കപ്പോഴേക്കും അവന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നല്ലൊരു വീട് ലഭിച്ചു. അത് അതിനെപ്പറ്റി വിശദമായിട്ട് മോൻ സംസാരിക്കും. പിന്നീട് എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എൻ്റെ അമ്മയുടെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒത്തിരി വഴി നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ 38 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ആ വഴി ഞങ്ങൾക്ക് കിട്ടി. അത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമായിരുന്നു. സന്തോഷത്തോടെ അവർ വഴി തന്നു. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഒത്തിരി പറയുവാൻ, നല്ലൊരു കുടുംബജീവിതം, നല്ല സമാധാനമായ എൻ്റെ മക്കളുടെ ജീവിതത്തിലെല്ലാം എനിക്കുണ്ടായി. അതൊക്കെ ഒത്തിരി നന്ദിയോട് പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രമെല്ലാം കൃത്യമായും കൊടുക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യപരമായിട്ട് പറ്റുന്നത് പോലെ, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവരും സഹായിക്കും. സാമ്പത്തികമായിട്ടും വാക്കാലും പ്രവർത്തിയാലും എല്ലാ തരത്തിലും ഞാൻ എല്ലാവരും സഹായിക്കുന്നു. ഇത്രയൊക്കെ എനിക്ക് എൻ്റെ അമ്മയുടെ ഇതിൽ പറയുവാൻ എനിക്കുള്ളൂ. ഉള്ള കാര്യം എൻ്റെ അമ്മയുടെ മുമ്പിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഒത്തിരിയായിട്ട്, മോൻ വരാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം താമസിച്ചു പോയി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു. അതിൻ്റെ 1-2 കാര്യങ്ങളും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 2020 ആദ്യം ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു. അതിനു മുമ്പ് അയർലൻഡിലും കുറച്ചു കാലം ദുബായിലും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ആഗ്രഹം നാട്ടിൽ വന്ന് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 ചെറിയ സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയക്ക് കോവിഡ് തുടങ്ങുന്ന സമയത്ത്, ഓസ്ട്രേലിയക്ക് 2009 മുതൽ ഒരു 5-6 ചാൻസ്, എൻ്റെ വൈഫ് നേഴ്സാണ്, ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ എഞ്ചിനീയറാണ്. അപ്പോൾ കിട്ടിയിട്ട് ഞങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഓടി നടക്കാനൊരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ തൊട്ട് മുൻപായിട്ട് 1 വർഷത്തോളം നാട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു. അപ്പോൾ നാട്ടിൽ നിൽക്കുക അത്ര സുഖകരമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് വീണ്ടും ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്തു. പെട്ടെന്ന് തന്നെ സിഡ്നി കിട്ടി. ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു. സിഡ്നിയിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ജോലി തടസ്സം, ഒരു 12 വർഷമായിട്ട് ജോലി തടസ്സം ഉണ്ടായിരുന്നു. ഞാൻ വിപ്രോയിലായിരുന്നു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിൻ്റെ പുറകിൽ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ജോലി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്ന് ഞങ്ങൾ ആദ്യം റെൻറ്റിന് വീടെടുത്തു. അവിടെ ഏതാണ്ട് 1.5 വർഷമായപ്പോൾ അവിടുത്തെ ഹൗസിങ് മാനേജ്മെൻറ്റുമായിട്ട്, വീടിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെൻറ്റുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കമുണ്ടായി. അവരുടെ വീട് പ്രോപ്പറായിട്ടൊരു മെയിൻ്റനൻസ് ചെയ്യാത്ത അവസ്ഥയിൽ ഞാൻ അവരോട് 1-2 തവണ ദേഷ്യപ്പെടുകയും മെയിൽ അയക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അടുത്ത തവണ വീട് പുതുക്കി അവർ തരികയില്ല. അപ്പോൾ ഞാനത് അമ്മയോട് പറഞ്ഞിരുന്നു.
വീട് നോക്കുമ്പോൾ ഞാൻ ക്യൂൻസ്ലാൻഡിൽ ബ്രിസ്ബൻ അടുത്ത് ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട് വാടകയ്ക്ക് കിട്ടാൻ, വീട് വാങ്ങുവാനൊക്കെ ഒത്തിരി പ്രയാസമുള്ള ഒരു പ്രദേശമാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ വീട് നോക്കുമ്പോൾ 60 ഫാമിലീസ് വീടിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ്, വാടകയ്ക്ക് ഒരു വീടിന് വേണ്ടിയിട്ട്. അപ്പോൾ വാടകയ്ക്ക് കിട്ടാൻ പാടാണ്. വീട് വാങ്ങണമെങ്കിൽ കോവിഡിന് ശേഷം അവിടെ ഇരട്ടിയോളം വിലയിലേക്ക് പോയിരുന്നു. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മോർഗേജ് കിട്ടുവാൻ പ്രയാസം. എൻ്റെ വിചാരം വൈഫിൻ്റെ സാലറിയിൽ എനിക്ക് ക്യാഷ്വലായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാങ്കുകാർക്ക് നമുക്ക് പ്രോപ്പർ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ലോണിലേക്ക് അവർ നമ്മളെ അടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലിയില്ല. എനിക്ക് എൻജിനീയറിംഗ് വിട്ട് മറ്റുള്ള ജോലി ചെയ്യാൻ എനിക്ക് മാനസികമായിട്ട് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല. പക്ഷേ അമ്മയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഇത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവ് ശരിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മാതാവിൽ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. എങ്കിൽ പോലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ഞാൻ ഒന്നും കാണുന്നില്ല. യെശയ്യാ 55:8 എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. എൻ്റെ ചിന്തയിൽ ഒരിക്കലും എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടുവാൻ ഒരു വഴി കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈയും ചെയ്യുന്നില്ല. പക്ഷേ ക്യാഷ്വലായിട്ട് ഞാൻ എൻ്റെ ജോലികളുമായിട്ട് ചെയ്യുന്നു. എനിക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കാനും പിള്ളേരെ സ്കൂളിലാക്കാനൊക്കെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കേണ്ടതും ആവശ്യമായിരുന്നു. ആ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ തുടർച്ചയായിട്ട് നിർബന്ധിച്ച് ഞാൻ അവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റലിലേക്ക് സ്റ്റെറിലൈസേഷൻ ജോലിയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ മടിയാണ്. ഒരു ദിവസം ആൾ വിളിച്ച് പറയും, നീ സുമേഷ ഇന്നോലെ വിളിച്ചോ? ഞാൻ പറയും വിളിച്ചില്ല. അടുത്ത ദിവസം വിളിക്കും, ഇന്നും വിളിച്ചില്ല. അടുത്ത മൂന്നാമതൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ അപ്പം നമുക്ക് തന്നെ ഒരു പ്രയാസം. ഞാൻ പുള്ളിയുടെ നിർബന്ധം കാരണം ഞാൻ അപ്ലൈ ചെയ്തു. അന്നൊരിക്കൽ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയെ ഇവിടെ ഫോൺ വിളിക്കുമ്പോൾ അമ്മയുടെ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോനെ ഇനി നിനക്ക് ജോലിയൊക്കെ കിട്ടുക അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ ചേച്ചിയെ ഒന്നുകൂടെ വിളിച്ചു. ഒരു 11 മണിയായപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലിയായി. വളരെ പെട്ടെന്ന് ലൈറ്റ്നിങ് ആയിട്ട് എനിക്കൊരു ജോലി. അധികം വലിയ ശമ്പളമൊന്നുമല്ല, പക്ഷേ ബാങ്കുകാർക്ക് അത് ധാരാളമായിരുന്നു. അങ്ങനെ പയ്യെ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡിനും വൈഫിനും ജോലിയിലേക്ക് വന്നു. അത് വെച്ചിട്ട് വീടിൻ്റെ ലോണിന് അപ്ലൈ ചെയ്തു. അപ്പോഴും ഞാൻ പെർമനൻ്റ് ഒന്നും ആയിട്ടില്ല. 2-3 മാസം അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലുകാർ പെർമനൻ്റ് ആക്കി. പിന്നെ ഈ സ്റ്റെറിലൈസേഷൻ ഈ കോഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ 2 വർഷത്തെ കോഴ്സാണ്. പുറത്താണെങ്കിൽ ഒരു മിനിമം 6 മാസം ഉണ്ട്. ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഒരു കോഴ്സിന് പാരലായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്നിടത്ത് അമ്മ അതൊരുക്കി. അതിനുശേഷം ലോണിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളായിരിക്കുന്ന പ്രദേശത്ത് കൂടുതലും ബ്രോക്കർമാരാണ് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തരിക. അപ്പം ബ്രോക്കർമാരെയൊക്കെ ഒത്തിരി മലയാളി ഏജൻറ്റുമാരൊക്കെ ഉണ്ട്. പലരും പറയും നിനക്ക് എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. ചെന്നപ്പം നമ്മൾ സാലറി സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ വേണ്ട ലോണിൻ്റെ പകുതി പോലും നമുക്ക് സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് വരികയാണ്. ഈ ഏജൻറ്റുമാരുടെ അടുത്ത് പോകുന്നത്, ഏജൻറ്റുമാരാണെങ്കിൽ അവരെങ്ങനെയും കുറച്ച് പൈസ കൂടുതൽ വാങ്ങിത്തരും. പക്ഷേ അവിടെ ഒന്നും ശരിയാകാത്ത സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ ഏതാണ്ട് തീർന്നു. അപ്പം ഞാൻ അമ്മയോട് പറയും, ഇനി വീടിന് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്, വാടകയ്ക്ക് കിട്ടാൻ പോലും പ്രയാസമാണ്, നമ്മൾ ഒത്തിരി കാലം തപ്പി നടക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ബാങ്കിൽ, അവിടെ ഒരു സെൻറ്റ് ജോർജ് ബാങ്കിൻ്റെ സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ലോൺ തരുവാണ്. ലോൺ തന്നു. ആ സമയത്ത് വീട് പയ്യെ കാണുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത നമ്മുടെ സ്വപ്നത്തിന് ഇച്ചിരി മേലുള്ള ഒരു വീട് കണ്ട് ആ വീട് ഒരിക്കലും ഞാനത് കയറി ചെന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് അവിടെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാകും, മിക്കവാറും ശനിയാഴ്ചയും ഞായറാഴ്ചയാണോ വീട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ കുറേ 6 മാസത്തോളം വീട് കണ്ടു നടന്നു, വീട് മേടിക്കാനായിട്ട്. ചിലത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല, നമുക്കിഷ്ടപ്പെടുന്നതിന് നമുക്ക് ബഡ്ജറ്റ് പോരാ. ഇനി അവിടെ ഓപ്ഷനിലാണ് കൂടുതൽ വീടുകൾ വിൽക്കുക. അപ്പം നമ്മളൊരു വിലയിട്ടാൽ അതിൻ്റെ ഒത്തിരി മേലെ അടുത്ത ആൾക്കാർ വിലയിട്ടാൽ വീട് കൈവിട്ടു പോകും. അപ്പോൾ എന്നെ സ്പിരിച്വലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു സിസ്റ്റർ എന്നോട് പറയും, ഈശോ നല്ല വീടാണ് കാണിച്ചു തരുന്നത്. സുമേഷ്, ഓരോ വീടും കാണുമ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും. കാരണം ചില വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ സാത്താൻ ആരാധനയുടെ സിമ്പലുകളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലേക്കൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന ചോദിക്കും, ഇത് പ്രൊസീഡ് ചെയ്യാമോ? ഒരു ചീത്തയാണെങ്കിൽ എനിക്കതിൻ്റെ കാര്യമില്ല, വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീടിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു സുമേഷ്, ഈശോ നല്ല വീടാണ് കാണിക്കുന്നത്. എനിവേ
ഈ നമ്മുടെ ബഡ്ജറ്റിലോ നമ്മുടെ കഴിവിനോ ഒന്നും ഒതുങ്ങാത്ത ഒരു വീട് ഈശോ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. വളരെ പുതിയൊരു വീട്, അതൊരു കസ്റ്റം ഡിസൈൻ ഇറ്റാലിയൻ ലാൻഡ് ലോഡ് ആയിരുന്നതിന് മുമ്പുണ്ടായിരുന്നു. ഉള്ളി 3 വർഷം മാത്രം പഴക്കം. അപ്പോൾ അത് ഞങ്ങളുടെ സ്വപ്നത്തിലോ ഞങ്ങളുടെ ബഡ്ജറ്റിലോ ഒന്നും ഒതുങ്ങാത്ത ഒരു വീടായിരുന്നു. അപ്പോൾ ഈ ജോലി തന്ന് പയ്യെ എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് പോകുന്നത് എനിക്ക് ഇപ്പം നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലുമൊക്കെ അതിശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങളെ താങ്ങി നിർത്തി. 2020 ആദ്യം കോവിഡിൽ എയർപോർട്ട് അടയ്ക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ കയറിപ്പോയത്. ഇപ്പോൾ ഈ 2 ആഴ്ച മുമ്പ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഞാൻ വളരെ ഹോം സിക്ക് ആയിട്ടുള്ള ആളാണ്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിപ്രോയിലൊക്കെ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പം ഒരു പകൽ തങ്ങുവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീട്ടിൽ വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒരു വീടൊക്കെ വാങ്ങിയിട്ട് വരാം എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തത് പയ്യെ അങ്ങ് നീണ്ടുപോയി. ഇങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ കുറേ താമസിച്ചു. 2 മക്കളാണ്, മക്കൾ വന്നിട്ടുണ്ട്. ജീവിതപങ്കാളിക്ക് വരാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മ അവിടുത്തെ തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ആന്റണി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്ന് വരുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നത് ഇത് 2ാമത്തെ തവണയാണ്. അതിൽ എൻ്റെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്ന അമ്മയുടെ അടുത്ത് സന്നിധിയിൽ. 2022 ഒക്ടോബർ 10 ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത്. ഒക്ടോബർ 26 തീയതി ഉടമ്പടി എടുക്കാനുണ്ടായ കാരണങ്ങൾ 2015 ഞങ്ങളൊരു വീട് പണിതു. 15 വീട് പണിതപ്പം അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പലരോടും കടം മേടിച്ചിട്ടൊക്കെയാണ് അന്ന് വീട് പണി തുടങ്ങിയത്. 4.5 മാസം കൊണ്ട് വീട് പണി പൂർത്തീകരിച്ചു. നല്ലൊരു വീട് ഞങ്ങൾ പണിതു കഴിഞ്ഞപ്പോഴത്തേക്കും 10-22 ലക്ഷം രൂപ കടമായി. അതിനുശേഷം ഞങ്ങൾ ഓർത്ത് കുറച്ച് സ്ഥലം വിറ്റ് കടം വീട്ടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അറിയാവുന്നതുപോലെ 2016 നോട്ട് നിരോധനം, 2018 പ്രളയം, 2019 കൊറോണ. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ എടുത്ത പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കൃപാസനത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. അതിൻ പ്രകാരം 2019 ഞാനും ചേട്ടനും ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് ചേട്ടൻ അന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതിനുശേഷം കൊറോണ വന്നതോടുകൂടി 3 മാസക്കാലം അടുപ്പിച്ചു വന്ന് പിന്നെ വരാൻ സാധിച്ചില്ല. പക്ഷേ പ്രാർത്ഥനകൾ ഞങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2022 ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം 10 വർഷമായിട്ട് പട്ടയം ഞങ്ങളുടെ ബാങ്കിലിരിക്കുമായിരുന്നു. ഓരോ മാർച്ച് മാസവും അല്ലെ ഡിസംബർ മാസവും ഒക്കെ ആകുമ്പോൾ കടക്കാർക്കറിയാം നമ്മുടെ വീട്ടിൽ ജപ്തി കടലാസ് അല്ലെങ്കിൽ ബാങ്കുകാരുടെ വിളി വരുന്ന സമയമാണ്. നമ്മളിങ്ങനെ പേടിച്ചിരിക്കും. ഡിസംബർ മാർച്ച് ഇങ്ങനെ ഓരോ വർഷവും കടന്നു പോയപ്പം വളരെ ദുഃഖത്തോടും സങ്കടത്തോടും ഇതിനൊരു പരിഹാരം എവിടെ നിന്ന് കിട്ടും, അങ്ങനെയാണ് ഞങ്ങൾ പരിശുദ്ധാമ്മയുടെ അടുത്ത് വരുന്നത്. പരിശുദ്ധാമ്മയുടെ അടുത്ത് വന്നതിന് പിന്നെ ഞങ്ങൾക്ക് പേടിയില്ല, ഭയങ്കര ധൈര്യമായിരുന്നു. ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പരിശുദ്ധാമ്മയുടെ അടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ പരിശുദ്ധാമ്മയുടെ അടുത്ത് ഞങ്ങൾ ഒരിക്കലും നടക്കില്ല, ഞങ്ങൾക്ക് 10-22 ലക്ഷം രൂപ കടമുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്നും അറിയാതെ മുന്നോട്ടിരുന്നപ്പോഴാണോ ഓരോരോ ചെറിയ വഴികൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു വന്നു. അതിൽ പുറത്തുനിന്ന് മേടിച്ചവരുടെയൊക്കെ ഏകദേശമൊക്കെ കൊടുത്ത് തീർത്തു. ബാങ്കിൽ അടച്ചിട്ടും അത് തീരുന്നില്ല. ഈ കഴിഞ്ഞ 10ാമത്തെ പുതുക്കലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് ജപ്തി കടലാസ് വന്നു. 11.5 ലക്ഷം രൂപ ഈ മാസം 24 മുമ്പ് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ 10ാമത്തെ പുതുക്കലിന് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരെ കൊണ്ടുവരുമായിരുന്നു. ട്രാവലറിൽ 10, 25, 15, 17 പേരൊക്കെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും പുതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ മുതൽ ഇവിടം വരെ പ്രാർത്ഥിച്ച് ആരാധന കൂടി ജോസഫച്ചൻ്റെ ആരാധനയൊക്കെ പങ്കെടുത്താണ് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച 15 ദിവസം മുന്നേ ഇവിടെ വന്ന് ജോസഫച്ചനെ ഈ ഉടമ്പടി കടലാസും കൊണ്ട് ജപ്തി കടലാസും കൊണ്ട് ഞാനിവിടെ വന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനെ കണ്ടോളാൻ പറഞ്ഞു. അച്ഛൻ്റെ കണ്ടു. അച്ഛനെ കണ്ട് എനിക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു. എന്നോട് പറഞ്ഞു ഉടമ്പടി ഈ കാശുരൂപം വീട്ടിൽ നമ്മുടെ പറമ്പിൽ എവിടെ കുഴിച്ചിടുക, പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ
ഉപ്പ് 4 അതിരിൽ ഞാനിട്ടു. പിന്നെ ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് ഞാനും ചേട്ടനും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 അതിരിലിട്ടു. ഭയങ്കര അത്ഭുതമാണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ലാത്ത അത്ഭുതമാണ്. ഒരാഴ്ച കൊണ്ട് 11.5 ലക്ഷം രൂപ ഉണ്ടായി. ആ പട്ടയം എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് അടിമാലിയിൽ നിന്നും ഞാനും ചേട്ടനോട് വന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്രളയത്തിന് ഞങ്ങളുടെ തോടിൻ്റെ സൈഡിലാണ് വീട്. 2018 പ്രളയത്തിൻ്റെ സമയത്ത് തോടിൻ്റെ അടുത്ത് താമസിക്കുന്നവരുടെ വീട്ടിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴി പൊളിച്ചു. കുറേ കോൺക്രീറ്റ് വഴി ഒരു 10 മീറ്ററോളം കാണും. അത് പൊളിച്ചിട്ട് ഈ 7 വർഷക്കാലമായിട്ട് അത് തിരിച്ച് പണിത് കിട്ടുന്നില്ല. പഞ്ചായത്തിലും പല സ്ഥലത്തിലും ഞങ്ങൾ പരാതിയും ഒക്കെ പോയി പറഞ്ഞു. 7 വർഷക്കാലം പുറകെ നടന്നിട്ടും പണിയാം, അല്ലെങ്കിൽ അവർ തടസ്സം നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നീട്ടിപ്പോയി. ലാസ്റ്റ് ഞാൻ ഓർത്ത് ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട ആൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ 9ാമത്തെ പുതുക്കലിന് ഇവിടെ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു അസുഖം വന്ന ആശുപത്രി പോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ല, താഴെ വരെ നിന്നിട്ട് പറയും ഞങ്ങൾ വണ്ടി കയറത്തില്ല, അതുകൊണ്ട് നിങ്ങൾ താഴെ കൊണ്ട് നിർത്തുകയെന്ന് പറഞ്ഞു. ലാസ്റ്റ് മനസ്സ് മടുത്ത് അമ്മയോട് പറഞ്ഞു, ഉടമ്പടിയിൽ അത് വെച്ച് പോയി 1 മാസത്തിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പഴയതുപോലെ തന്നെ ആ വഴി ഞങ്ങൾക്ക് പണിത് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 3ാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ ചേട്ടന് രാത്രി കിടപ്പം ഗ്യാസ് കെട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പേടിയാണ്, ഞാൻ ഉറങ്ങത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാടി എഴുന്നേക്കും, ഗ്യാസ് കെട്ടും, ശ്വാസം പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം ഞാൻ എഴുന്നേറ്റ് പുറത്ത് തട്ടിയും വായുഗുളി കൊടുത്തും വെളുത്തുള്ളിയൊക്കെ കൊടുത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ചേട്ടന് ഇപ്പോൾ അസുഖമില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായിട്ട് പട്ടവിടിയായിരിക്കും. വീടിന് ചുറ്റും ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കൈ കൊടുത്ത ആ നിയോഗം പിന്നെ എനിക്ക് പേടിയില്ലായിരുന്നു, ഈ വീട് പോകില്ല എന്നുള്ള ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ട് പരിശുദ്ധമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിച്ചു പരിശുദ്ധ അമ്മ നമുക്കത് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഈ മരുന്ന് മേടിക്കാനും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഞാൻ അവരെ പോയി കാണുകയും അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, ഞാനിവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ 10-26 പേര് ചിലപ്പോൾ ഇവിടെ വരാറുണ്ട്. അവർക്ക് ചിലപ്പോൾ അസൗകര്യം പറയുമ്പോൾ അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കൊടുക്കും. പല പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം തിരി കത്തിച്ചപ്പം തിരിയയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം ഞങ്ങൾക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഇടവകയിലെ എല്ലാ കാര്യത്തിനും ഞാനൊരു വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോടും ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു പത്രം കിടക്കുകയാണ്, അതൊക്കെ ഞാൻ അപ്പം എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞ് വിശദീകരിച്ച് തന്നെ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അമ്മയുടെ സാക്ഷിയായി മാറാറുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സജിനി. ഞാൻ തിരുവനന്തപുരം വർക്കല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 12-ാം തീയതിയാണ്. ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന 4 നിയോഗങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും വരുന്ന സമയത്ത് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം
2 മോളെയും മൂത്താളെയും ഇളയാളെയും കൊണ്ടുവരാത്തതുകൊണ്ട് പറയാൻ പറ്റിയില്ല, തിരിച്ചു പോയി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയാണ്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ചെങ്കണ്ണ് ബാധിക്കുകയും അതേ തുടർന്ന് എനിക്കത് കൂടുതലായി വരികയും കണ്ണ് തുറക്കാൻ പറ്റാത്ത അതിശക്തമായ വേദനയും തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും 2 കണ്ണിലും കൃഷ്ണമണിക്കകത്ത് ഇൻഫെക്ഷൻ ആവുകയും വെളിച്ചം എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ആയാലും വിളക്കിൻ്റെ ആയാലും വെട്ടം ഒന്നും എനിക്ക് കണ്ണിലോട്ട് തട്ടാൻ പറ്റില്ല. നല്ല രീതിക്ക് കണ്ണിൽ നിന്ന് 2ഉം ശക്തമായ വെള്ളം വരാൻ തുടങ്ങി. അത് ഓരോ പ്രാവശ്യവും ഡോക്ടർ വിസിറ്റ് കൂടിക്കൊണ്ടിരുന്ന് 2 മാസം 3 മാസം അങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം പോകുമ്പം കുറയും എന്ന് പറയുന്നതല്ലാതെ കുറവൊന്നും കൂടുതലില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ നാത്തൂൻ പറയുകയും ഉടമ്പടി നിൽക്കുകയല്ലേ, വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ നീ ഉപയോഗിച്ച് തുടങ്ങുക, മാറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതേ വിശ്വസിച്ച് ഞാൻ ചെയ്യുകയും എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തുടർന്ന് കണ്ണിൻ്റെ പോളയിൽ ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്ത് പിന്നീടുള്ള 2-3 മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി 6 മാസം ശേഷം വന്നാൽ മതി ചെക്കപ്പിന് എന്ന് പറഞ്ഞു. എന്നിട്ടും വേദനയ്ക്കൊന്നും ശമനമില്ലാത്തത് തുടർന്ന് ഞാൻ അമ്മയോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ട്, അമ്മേ ഞാൻ ഇനി മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, ഗുളികയും കഴിക്കുന്നില്ല, 3 സൈസിലുള്ള തുള്ളിമരുന്നാണ് കണ്ണിൽ ഒഴിക്കുന്നത്, ഇനി ഞാൻ ഒഴിക്കില്ല, അമ്മയുടെ തൈലവും ഉടമ്പടി വസ്തുക്കളും മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, എനിക്ക് കുറവുണ്ടായിരിക്കണം, ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. 2025 മെയ് മാസത്തിൽ ഞാൻ ചെക്കപ്പിന് പോവുകയും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നോട് ചോദിച്ചു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. രണ്ടാമത് എൻ്റെ മോള് SLCയിൽ പരീക്ഷയിൽ എക്സാം എഴുതിയ സമയത്ത് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായിരുന്നു നമുക്ക് പരീക്ഷയിൽ. മാർക്ക് ഫുൾ A+ മേടിക്കുമെന്ന് പറഞ്ഞിരുന്ന ആൾ തന്നെ പറഞ്ഞു, അമ്മേ എനിക്ക് മാക്സിമം പോയ ഒരു 5 A+, അതിൽ കൂടുതൽ കിട്ടാൻ യാതൊരു ചാൻസുമില്ല, എനിക്ക് ഹിന്ദിയും ഫിസിക്സും ടഫാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നമ്മൾ ഉടമ്പടി നിൽക്കുകയാണ്, അമ്മയോട് ആവശ്യപ്പെടുന്നു, നിനക്ക് എത്ര A+ ആണ് വേണ്ടതെന്ന് നീ പറ, അമ്മ തരും എന്ന് പറഞ്ഞു. എന്നാലും മോൾക്ക് ചെറിയ വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവൾക്ക് മടിയായിരുന്നു. അവൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് അവൾക്കുള്ള അറിവുകൾ കൂടുതലുണ്ടായിരിക്കാം അത്. പക്ഷേ അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പേനയിൽ അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഇട്ട് കൊടുക്കുകയും അതേ തുടർന്ന് ഹാൾ ടിക്കറ്റുമായി അച്ഛനെ കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്തിരുന്നു. പരീക്ഷയ്ക്ക് പോവുകയും ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലി അവൾ പരീക്ഷ എഴുതി. റിസൾട്ട് വരുന്ന തലേന്നും മോൾ ശക്തമായ കരച്ചിലായിരുന്നു, അമ്മ എനിക്ക് ഫുൾ A+ കിട്ടില്ല, എനിക്കൊരു 5 A+ കിട്ടൂ എന്ന് പറഞ്ഞു. മോളെ, ഞാൻ നീ 5 A+ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു A+ കൂടെ കിട്ടിയാലും ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്നതിന് 2-3 ദിവസം മുമ്പാണ് റിസൾട്ട് വരുന്നത്. അന്നത്തെ പത്രവും കൊണ്ട് ഞാൻ റിസൾട്ടിൻ്റെ ആദ്യ ദിവസം തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ അമ്മയോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അമ്മയെ ഈ പത്രം മുഴുവനും തീർക്കാതെ ഇന്ന് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്യില്ല എന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. രാവിലെ വീട്ടിൽ നിന്ന് ഉപവാസം പോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു. അത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ റിസൾട്ട് 4 മണിക്ക് ശേഷമാണ് റിസൾട്ട് ഓപ്പണായ. കൂട്ടുകാരെല്ലാം വിളിക്കാൻ തുടങ്ങി, ആൻറ്റി റിസൾട്ട് വന്ന് നോക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, ഇനി ലാസ്റ്റ് ഒരു പത്രവും കൂടെ ഉണ്ട്, അതും കൂടെ തീർന്നല്ലാതെ റിസൾട്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് ഞാൻ ശക്തമായി മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ റിസൾട്ട് ആ സമയത്ത് ലാസ്റ്റ് പത്രവും കൂടെ കൊടുത്ത ശേഷം ഞാൻ കമ്പ്യൂട്ടർ ചെന്നു. റിസൾട്ട് ഫോണിൽ അതിനുമുമ്പ് തന്നെ കൂട്ടുകാർ ഇട്ടിരുന്നു. റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മയോട് എൻ്റെ മോള് ചോദിച്ചിരുന്നത് 7 A+ ആയിരുന്നു എന്നുള്ള കാര്യം മോൾ പിന്നീടാണ് എന്നോട് പറയുന്നതും. ഫുൾ A+ എന്ന് ഒരു 2 A+ൻ്റെ കുറവേ ഉള്ളായിരുന്നു. 8 A+ഉം 2 Aയും ആണ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മകൾക്ക് തന്നത്. അത് റിസൾട്ട് നോക്കുമ്പം തന്നെ എനിക്ക് അറിയില്ല ഇത് എൻ്റെ മോളുടെ റിസൾട്ടാണോ എന്ന്. ഞാൻ അമ്പരക്കുവാണ്. അവിടെ പേരും ID നമ്പറും എല്ലാം നോക്കിയാണ് മോള് തന്നെയാണോ. എനിക്കത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. രണ്ടാമത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അവൾക്ക് അവൾ ജനിച്ച സമയത്ത് വെയിറ്റ് കുറവായിരുന്നു. അവൾക്ക് 820 ഉള്ളായിരുന്നു. അറ്റ് ബർത്തിൽ പ്രീ ടൈം ബേബി ആയിരുന്നു. ഒരു 1.5 വയസ്സായ ശേഷവും എൻ്റെ മോക്കൊരു 6, 200, 300 ആ റേഞ്ചിലേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ പാടാണ്. ഞാൻ അമ്മയുടെ വിശുദ്ധ ഉപ്പും തൈലവും മോക്ക് എന്നും കൊടുക്കുമായിരുന്നു, തേനും കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് കുഞ്ഞ് തലയിടിച്ച് വീണയുണ്ടായി. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഞാൻ ഉടമ്പടി എന്നും എൻ്റെ മോക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടാകാൻ വേണ്ടി. എന്നാലും ആഹാരം കഴിക്കാത്തതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുണ്ടോ, ഡോക്ടറിനെ കാണുകയും ചെയ്തപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് പറയുകയും ചെയ്ത് വെയിറ്റ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോവുകയും വെയിറ്റ് നോക്കുകയും 7,300 എന്നുള്ള വെയിറ്റ് 2.5 വയസ്സിലാണ് 7,300 എന്നുള്ള വെയിറ്റ് കാണുന്നത്. 1.5 വയസ്സ് ആ സമയങ്ങളിലും 6,300, 6,400 ആ റേഞ്ചിലായിരുന്നു. അങ്ങനെ അതിലും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അതെനിക്ക് സാധിച്ചു കിട്ടി.
ഓരോ കാര്യങ്ങളും. പിന്നെ എനിക്ക് ജോലി, ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ മോള് 1.5 വയസ്സിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെയായിരുന്നു. ജോലിക്ക് പോകാൻ എനിക്ക് വലിയ വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, ചെറിയ ക്ലിനിക്കൽ ബേസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം GG ഹോസ്പിറ്റൽ മുറിഞ്ഞപാലം എന്നുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞതുപോലെ എനിക്ക് ഒരു ജോലി കിട്ടി. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതുപോലെ തന്നെ കാശ് രൂപവും ഉപ്പും എല്ലാം ഞാൻ കൊണ്ടുപോയി. ഞാൻ വെച്ച സാലറി തന്നെ എനിക്ക് കിട്ടി. ഞാൻ അമ്മയോട് പറഞ്ഞ് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നും അവിടെ ജോലി ചെയ്ത് വരുന്നത്. ഞാൻ അമ്മയോട് നിയോഗം വെച്ച അതേ സാലറി തന്നെ എനിക്ക് ജോലിയിൽ കിട്ടി. അവിടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പോഴും ഞാൻ അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ മാസവും ഈ കഴിഞ്ഞ ഉടമ്പടി പുതുക്കൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസങ്ങളിലും വന്ന് പത്രം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ 2 മാസം വരുമ്പം ആ പത്രം കൂടെ ചേർത്താണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ സമയത്ത് അവിടെ എനിക്കറിയാവുന്ന ഉള്ളവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, കൃപാസന മാതാവ് എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിൽ ഞങ്ങൾ 19 പേരുണ്ട്. അവരെല്ലാവരും കൂടി മാസങ്ങളിൽ ഉള്ള സാലറി കിട്ടുന്ന പൈസയിൽ എല്ലാവരെയും കൊണ്ട് നോക്കുന്നത് പോലെ പൈസ പിരിച്ചിട്ട് ഞങ്ങൾ ഒരു വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കും. അത് ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളുള്ളത്. അത് എല്ലാവരും കൂടെ തന്നെ എത്ര പേര് കിട്ടുന്നോ അത്രയും പേരും തന്നെ പോയി അവരെ കണ്ട് അവരുടെ കൈകളിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം അങ്ങനെ കൊടുക്കും. പിന്നെ ഫുഡ് വയ്ക്കുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ദിവസം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പൊതിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് എത്തിക്കേണ്ട രീതി അങ്ങനെ കൊടുക്കും. പിന്നെ രോഗിയിൽ ആരെങ്കിലും അറിഞ്ഞ് വാർഡല്ലെങ്കിലും എന്തെങ്കിലും അയ്യാതെ കിടപ്പുണ്ടെന്നുള്ളത് ആരോടെയും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ എത്ര ദൂരമാണെന്ന് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള അത്രയും പേരിൽ മാക്സിമം വരാൻ പറ്റുന്നവരെ കൂട്ടി തന്നെ ഞങ്ങൾ പോയി അവർക്ക് കൊടുക്കും, കാര്യങ്ങളെല്ലാം പറയും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആവശ്യകത ഇല്ലാത്ത ആർക്കും ഞാൻ പത്രം കൊടുക്കാറില്ല. ട്രെയിനിലൊക്കെ പോകുമ്പം ഓരോരുത്തർക്കും പത്രം കൊടുക്കുമ്പോൾ നമ്മളെ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ വിഷമത്തോടെ പലതും ഓരോന്നെല്ലാം പറയും. നിങ്ങൾക്ക് വേറെ ജോലിയിൽ മതപ്രചാരണമാണോ, നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ നടക്കുന്നതൊക്കെ ചോദിക്കും. പക്ഷെ ഞങ്ങളത് കാര്യമാക്കില്ല. അവരോട് പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, ആരും മതം മാറ്റാനുള്ളതൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. വിശ്വാസം ചെയ്താൽ നമുക്ക് എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. അത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം കൂടും. അത് സമയം കിട്ടുന്ന ഫുള്ളും കണ്ടു തീർക്കാൻ മാക്സിമം ശ്രമിക്കും, എല്ലാവർക്കും ഇട്ടുകൊടുക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും